വചനദീപ്തി ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മളിന്ന് ശ്രവിക്കുന്ന വചനം ദൈവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമ്മളെ സൃഷ്ടിച്ചു പരിപാലിച്ചു, എന്തിനു വേണ്ടി നമ്മളെ സൃഷ്ടിച്ചു പരിപാലിച്ചു എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായം 26 വാക്യത്തിൽ നമ്മൾ വായിക്കും, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മളെ സൃഷ്ടിച്ചതെന്ന്. അപ്പം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും എന്ന് പറയുമ്പോൾ 2 ലെവലാണ് അവിടെ വരിക. ഒന്ന് ഛായയിൽ, ഒന്ന് സാദൃശ്യത്തിൽ. എന്താണ് ദൈവത്തിൻ്റെ ഛായ എന്ന് പറയുമ്പോൾ? ദൈവത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ദൈവം സ്നേഹമാണെന്ന്. 1 യോഹന്നാൻ 4:8 നമ്മൾ വായിക്കും, ദൈവം സ്നേഹമാണ്. അപ്പോൾ ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോൾ നമ്മളിലും ആ സ്നേഹം ഉണ്ടാകണം, അല്ലേ? നമ്മൾ സ്നേഹമുണ്ടല്ലോ, നമ്മുടെ എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, അല്ലേ? നമ്മളെ കുത്തുന്നവരെ അല്ലെങ്കിൽ ദ്രോഹിക്കുന്നവരെ വിഷമിപ്പിക്കുന്നവരെയാണ് നമ്മൾ സ്നേഹിക്കാത്തത്. നമ്മളല്ലാതെ നമുക്ക് എല്ലാവർക്കും സ്നേഹമൊക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ പിതാവിൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ സ്നേഹത്തെ സൃഷ്ടിച്ചാൽ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഒരു വിവരണം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വചനഭാഗമാണല്ലോ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 45 മുതൽ, ഇങ്ങനെ ചെയ്യുന്ന വഴി നിങ്ങൾ സ്വർഗസ്വനായ പിതാവിൻ്റെ മക്കളായിരിക്കും. നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് ദുഷ്ടനെയും ദിഷ്ടനെയും ഒരുപോലെ സ്നേഹിക്കുന്നു, നീതിമാൻ്റെയും നീതിരഹിതൻ്റെയും മേൽ ഒരുപോലെ മഞ്ഞും മഴയും ഒക്കെ അയക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രമേ നിങ്ങൾ സ്നേഹിക്കുന്നുള്ളൂ എങ്കിൽ അതിലെന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ? സഹോദരനെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ അത് പ്രത്യേകിച്ച് വിശേഷ മഹാത്മ്യമായിട്ട് എന്താണുള്ളത്? വിജാതീയരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ ഛായയിലാണ്, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെ അതേ സ്നേഹമാണ് നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടത്, അല്ലേ? ദൈവം പിതാവ്, നമ്മുടെ പിതാവാണ്. നമ്മളിങ്ങനെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, വിളിക്കുമ്പോൾ, യേശുവാണേലും പിതാവിനെ നമുക്ക് കാണിച്ചു തരാൻ വന്നതാണ്. അപ്പോൾ ആ സ്നേഹമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5:48 പറഞ്ഞു വയ്ക്കും, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അപ്പോൾ പരിപൂർണത, സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു പരിപൂർണത നമുക്കുണ്ടാകണം. പിതാവിൻ്റെ സ്നേഹം പോലെയുള്ള ഒരു പരിപൂർണമായൊരു സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇങ്ങനെ ഉണ്ടാകണം എന്നുള്ളതൊരു സത്യമാണ്. നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കുക എല്ലാവരെയും? നമ്മളെ ചിരിച്ച് കാണിച്ചാൽ നമ്മൾ ചിരിച്ച് കാണിക്കും, അല്ലേ? നമ്മൾ ചിരിച്ച് കാണിച്ചിട്ട് മുഖം വീർപ്പിച്ച് കാണിച്ചാലോ, മുഖം വക്രിച്ച് കാണിച്ചാലോ നമ്മൾ പിന്നെ അവരെ മൈൻഡാക്കത്തില്ല. ചിരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, അവരാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണ് നമ്മൾ അങ്ങ് പറഞ്ഞു പോകും, അല്ലേ? നമ്മുടെ ബർത്ത്ഡേ വിഷ് ചെയ്തു, അപ്പോൾ നമ്മൾ അവരുടെ ബർത്ത്ഡേയും വിഷ് ചെയ്യും. അങ്ങനെ നമ്മൾ സാധാരണ ചെയ്യാറ്. നമ്മുടെ വീട്ടിൽ നമ്മൾ കല്യാണമൊക്കെ വിളിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കും, നമ്മളെ വിളിച്ചവരാരൊക്കെയാണെന്ന് നോക്കി അവരെയാണ് നമ്മൾ കല്യാണമൊക്കെ വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്നേഹത്തിന് നമ്മളിങ്ങനെ ഒരു പ്രത്യുത്തരം അല്ലെങ്കിൽ പ്രതിസ്നേഹം നമ്മൾ ആഗ്രഹിക്കുക. നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാനാണ് നമുക്കിഷ്ടം. നമ്മളെ ദ്രോഹിക്കുന്ന, നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ആളുകളോട് നമുക്ക് അങ്ങോട്ട് അവരെ അങ്ങ് സ്നേഹിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഈശോ പറഞ്ഞത് ശത്രുക്കളെ സ്നേഹിക്കണം എന്നാണെങ്കിലും നമുക്കത് പറ്റുന്നില്ല. അതാണ്, ശത്രുവിനെ സ്നേഹിക്കുമ്പോഴാണ് നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാകുക എന്ന് മത്തായി 5:43 പറഞ്ഞു വെച്ചെങ്കിലും നമുക്കങ്ങോട്ടത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ദൈവം സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ, ദൈവത്തിൻ്റെ അതേ ഛായയിൽ നമ്മൾ രൂപാന്തരപ്പെട്ടായി തീരുവാൻ, ആ സ്നേഹത്തിൻ്റെ നിറവിലേക്ക് വരാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യം. സ്നേഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പൗലോസ്ലീഹ പറയുന്നുണ്ട് റോമാലേഖനം 7:19 എനിക്ക് ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത്. ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്നിട്ട് നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയല്ല. സ്നേഹത്തിൽ പൂർണ്ണരാകുമ്പോഴേ നമുക്ക് ദൈവരാജ്യത്തിന് അവകാശം കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ എനിക്ക് എൻ്റെ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കാം, സ്വർഗസ്നായ പിതാവിൻ്റെ അതേ സ്നേഹത്തിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ പറ്റും, അതിനുള്ള വഴിയാണ് റോമാലേഖനം 5:5 നമ്മൾ വായിക്കുക. റോമ 5:5 എന്താ പറയുക? നിങ്ങൾക്കിങ്ങനെ സ്നേഹത്തിൽ പൂർണ്ണരായി ദൈവമക്കളാകാൻ ഒരു പ്രത്യാശ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തുകയല്ല. എങ്ങനെയാണ്? നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മളിൽ നിറയും.
ആ ദൈവസ്നേഹം നമ്മളിൽ നിറയാനുള്ള യഥാർത്ഥമായൊരു വഴിയാണ് പരിശുദ്ധാത്മാവിൽ നിറയുക എന്നുള്ളത്. അപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറുകയാണ്, അല്ലേ? നിങ്ങളെ വീണ്ടും ഭയത്തിൻ്റെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല നിങ്ങൾ കൈക്കൊണ്ടത്, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ്. ഈ ആത്മാവ് മുഖാന്തരമാണ് നിങ്ങൾ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 15-16 വാക്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റും. അപ്പം നമ്മുടെ ഉള്ളിലേക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറവ്, ആ നിറവ് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവം സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഛായയിൽ നമ്മളായി തീരണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരണം, പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയണം. അപ്പോൾ ആ രൂപാന്തരീകരണത്തിന് വേണ്ടി നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം. നിരന്തരമുള്ള നമ്മുടെ പ്രാർത്ഥന നമ്മളെ പരിശുദ്ധാത്മാവിൽ രൂപാന്തരപ്പെടുത്തി ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ ദൈവ മക്കളാക്കി നമ്മളെ മാറ്റും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ദൈവമക്കളുടെ എല്ലാ അവകാശവും ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിക്കുക റോമാലേഖനം 8-17, നിങ്ങൾ മക്കളാണെങ്കിൽ അവകാശികളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൻ്റെ അവകാശം, ദൈവമക്കളുടെ അവകാശം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പം ദൈവസ്നേഹത്തിലുള്ള ഒരു നിറവ്, ഇതാണ് ദൈവത്തിൻ്റെ ഛായയിലേക്ക് നമ്മളെ ആക്കുക. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ സാദൃശ്യം. ദൈവത്തിൻ്റെ സാദൃശ്യം എന്ന് പറയുമ്പോൾ എന്താണ് ദൈവത്തിൻ്റെ സാദൃശ്യം? അത് കാണാൻ പറ്റുന്നതാണ്. വിശുദ്ധ യോഹന്നാനിലൂടെയൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. മോശയുടെ മുമ്പിലൂടെയൊക്കെ ദൈവം കടന്നു പോകുന്നൊക്കെ ഉണ്ടല്ലോ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴും ദൈവത്തെ കാണുന്നില്ല, ദൈവത്തിൻ്റെ പിൻഭാഗം കണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ നമ്മൾ വായിക്കും പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുക, ഹെറോബിലെ അഗ്നി. അവിടെ മോശ കാണുന്നത് എന്താണ്? മോശ കാണുന്നത് മുൾപ്പടർപ്പ് ഇങ്ങനെ കത്തി ആളുന്നതാണ്, തീയാണ് കണ്ടത്. ശരിക്കും മോശ അടുത്ത് ചെന്നും നോക്കി കഴിയുമ്പം മുൾപ്പടർപ്പ് കത്തുന്നില്ല, തീ ആളുന്നുണ്ട്. അത് സംസാരിച്ചു. അപ്പോസ്തല പ്രവർത്തനത്തിലൊക്കെ നമ്മൾ വായിക്കും, ദൈവത്തിൻ്റെ ദൂതൻ സംസാരിച്ചു എന്ന്. ദൈവം തന്നെ സംസാരിച്ചു, മോശേ മോശേ നിൻ്റെ കാലിലെ ചെരുപ്പം അഴിച്ചു മാറ്റിക്കോ, കാരണം നീ നിൽക്കുന്നിടം പരിശുദ്ധമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? പരിശുദ്ധനായവൻ അഗ്നിയിൽ വസിക്കുന്നു. അപ്പം മോശ കണ്ട ആ ദൈവത്തിൻ്റെ സ്വരം കേട്ട ആ അഗ്നി ദൈവത്തിൻ്റെ ഒരു സാദൃശ്യമായിട്ട് നിലകൊള്ളും. പിന്നീട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് അങ്ങനെയൊക്കെ വായിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ സാദൃശ്യം എന്ന് നമ്മൾ ഉദ്ദേശിക്കുക, വചനം ഉദ്ദേശിക്കുക പ്രകാശമായിട്ട് തന്നെയാണ്. അതാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനമുണ്ട്, 1 യോഹന്നാൻ 1-ാം അധ്യായം 5-ാം വാക്യത്തിൻ്റെ ലാസ്റ്റ് ഒരൊറ്റ വാക്കാണ്. അവിടെ നമ്മൾ വായിക്കും, ദൈവം പ്രകാശമാണ്. ദൈവം പ്രകാശമാണ്. പ്രകാശം എന്ന് പറയുമ്പം നമ്മുടെ വീട്ടിലൊക്കെ ലൈറ്റ് ഇട്ടിരിക്കുന്നില്ലേ, അതുപോലെ നമ്മുടെ വീട്ടിൽ ലൈറ്റൊക്കെ ഇട്ട് നമ്മൾ കാണുകയാണ്. അപ്പം ദൈവം പ്രകാശമാണെങ്കിലോ ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും, പ്രകാശമായ ദൈവത്തെ. ഇനി അതങ്ങ് സ്ഥിരീകരിക്കണം, അല്ലേ? ദൈവം പ്രകാശമാണോ എന്ന് ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു ഡൗട്ടുണ്ടെങ്കിലും അതങ്ങോട്ട് സ്ഥിരീകരിക്കുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ ഏകജാതൻ, ദൈവത്തിൻ്റെ പുത്രൻ. യേശു പറഞ്ഞില്ല, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14:10 ഈശോ പറയുന്നുണ്ട്, പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണ് വസിക്കുന്നത്, എന്നിൽ വസിക്കുന്ന പിതാവ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്നും. അപ്പം അങ്ങനെയാണെങ്കിൽ ദൈവം പ്രകാശമാണെങ്കിൽ ദൈവത്തിൻ്റെ ഏകപുത്രനായ യേശു ആരായിരിക്കും? പ്രകാശമായിരിക്കും. യേശു അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, നമുക്കറിയാവുന്ന വചനമാണ്. ദൈവം പ്രകാശമാണ്. ദൈവം പ്രകാശമാണെന്ന് പറഞ്ഞ യേശുക്രിസ്തു പറയുക, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ദൈവം പ്രകാശമാണ്, യേശു ദൈവമാണ്, യേശു ദൈവത്തിൻ്റെ ഏകപുത്രനാണ്. ആ യേശു ലോകത്തിലേക്ക് വന്നിട്ട് പറയുക, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. അപ്പം അതുകൊണ്ട് ദൈവം പ്രകാശമാണ്. ദൈവത്തിൻ്റെ സാദൃശ്യം എന്ന് പറയുന്നത് പ്രകാശമാണ് പ്രിയപ്പെട്ടവരെ.
അപ്പോൾ നമ്മൾ പ്രകാശിക്കണം. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പം നമ്മളിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? നമ്മളങ്ങ് പ്രകാശിക്കണം. യേശു അതിനെക്കുറിച്ച് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 5:14 യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. നമ്മൾ നിസ്സാര ടീമൊന്നുമല്ല കേട്ടോ, നമ്മളും പ്രകാശം തന്നെയാണ്. വീട്ടിലേക്ക് ഇരുന്നപ്പോൾ എൻ്റെ പ്രസംഗം കേൾക്കുന്നവരൊന്ന് ചോദിച്ചു നോക്കണം. വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഭാര്യയോ ഭർത്താവിനോടൊക്കെ ചോദിച്ചു നോക്ക്, എത്ര വോൾട്ടുണ്ട് എൻ്റെ ഉള്ളിൽ പ്രകാശം, ഞാൻ മതിയോ പ്രകാശിക്കാൻ എന്ന്. നമ്മൾ വെളിച്ചമായിട്ടാണോ ജീവിക്കുന്നത്? ഇതിനെക്കുറിച്ചാണ്. ഇതിങ്ങനെ നമ്മൾ പ്രകാശമായി ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അതിൻ്റെ ഒരു വ്യക്തത ദൈവം വചനം നമുക്ക് തരുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5:16 നമ്മൾ വായിക്കുക. എന്താണ് അവിടെ വായിക്കുന്നത്? നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പം നമ്മളിലൊരു വെളിച്ചമുണ്ട് കേട്ടോ. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, നമ്മൾ വെളിച്ചമുണ്ട്. അതെങ്ങനെയാണ്? സൽപ്രവൃത്തികളിലൂടെ ഉണ്ടാകുന്നൊരു വെളിച്ചമാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സൽപ്രവൃത്തികളിലൂടെയാണ് നമ്മളിൽ വെളിച്ചമുണ്ടാകുക എന്നുള്ളത്. അപ്പം ദൈവത്തിൻ്റെ ഈ പ്രകാശം, ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോഴേ തന്ന ദൈവത്തിൻ്റെ സാദൃശ്യം, അത് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട് കേട്ടോ, എന്നെ അത് ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുള്ള, എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ ഒത്തിരി സഹായിച്ചൊരു വചനമുണ്ട്. ശിക്ഷാവിധിയെക്കുറിച്ചുള്ളൊരു വചനമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വചനം. ഇതാണ് ശിക്ഷാവിധി. യോഹന്നാൻ്റെ സുവിശേഷം 3:19 പറയും, ഇതാണ് ശിക്ഷാവിധി, പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. ഇതാണ് ശിക്ഷാവിധി. അപ്പോൾ പ്രകാശമുണ്ട്, അന്ധകാരമുണ്ട്. അന്ധകാരം ആരാ? അത് നമുക്കറിയാം, സാത്താനാണ്. അന്ധകാരത്തിൻ്റെ ശക്തിയും അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളും ഇതെല്ലാം സാത്താനുമായിട്ട് ബന്ധപ്പെട്ടത്. പ്രകാശത്തിൻ്റെ പ്രവൃത്തികൾ അതെല്ലാം ദൈവവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം നമുക്കറിയാം, പ്രകാശവും അന്ധകാരവും യോജിക്കുകയല്ല. പ്രകാശം വരുന്നതിനനുസരിച്ച് ഇരുട്ടിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പിശാചിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇടപാടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്യണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് സാത്താൻ കയറി വരാതിരിക്കാൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ടെക്നിക്കാണ് എന്ത്? സൽപ്രവൃത്തികൾ ചെയ്യുക. സൽപ്രവൃത്തികൾ ചെയ്യുന്നതിനനുസരിച്ച് അതെങ്ങനെയാണ് സൽപ്രവൃത്തി ചെയ്യാൻ പറ്റുക? ഉള്ളിൽ വചനം ഉണ്ടെങ്കിലാണ്. വചനം ദൈവമാണ്, വചനം പ്രകാശവുമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലല്ലേ നമ്മൾ വായിക്കുക ദൈവം പ്രകാശമാണെന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ വചനം പ്രകാശമാണെന്ന് യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കും. ജീവനായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ പ്രകാശമായിരുന്നു. അപ്പം ജീവൻ ആയി മാറിയ പ്രകാശത്തെയാണ് നമ്മൾ വചനത്തിലൂടെ കാണുന്നത്. 119 സങ്കീർത്തനം 130 വാക്യത്തിൽ നമ്മൾ വായിക്കും, ദൈവമേ അങ്ങയുടെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കും, എളിയവർക്ക് അത് അറിവ് പ്രദാനം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം പ്രകാശമാണ്, വചനം ദൈവമാണ്, വചനം മാംസം ധരിച്ചതാണ് യേശു ക്രിസ്തു. അങ്ങനെയാണെങ്കിൽ ഈ വചനം ആരുടെ ഉള്ളിലുണ്ടോ അവരുടെ ഉള്ളിൽ നിന്ന് പ്രകാശം ഉണ്ടാകും. അതുകൊണ്ടാണ് 119 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കും 11ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്, ദൈവമേ അങ്ങയ്ക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. അപ്പം ദൈവത്തിനെതിരായി പാപം ചെയ്യാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, പാപം ചെയ്യാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പാപം ചെയ്യിക്കുന്ന പിശാചാണ്. പിശാച് അന്ധകാരമാണ്. അപ്പോൾ പാപം ചെയ്യാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നൊരു വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ മതി. സിമ്പിളാണ്, ഈസിയാണ്. വചനം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ വചനം വായിക്കുക, വചനം കേൾക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പം വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ ആ വചനം പ്രാവർത്തികമാക്കാൻ നമുക്ക് പറ്റും. നിയമാവർത്തനം 30:14 അല്ലേ? വചനം പ്രാവർത്തികം, അത് നിൻ്റെ അധരത്തിലുണ്ട്. വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിൻ്റെ അധരത്തിലുണ്ട്, നിൻ്റെ ഹൃദയത്തിലുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് സാധിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ആ പ്രാവർത്തികമാക്കുന്നത്, വചനം പ്രാവർത്തികമാക്കുന്നതാണ് മത്തായി 5:16 നമ്മൾ നേരത്തെ കേട്ട വചനം. ഏത്? നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ ഈ സൽപ്രവൃത്തികൾ ഏതൊക്കെയാണ്?
നമ്മുടെ വീട്ടിലിട്ടിരിക്കുന്ന ലൈറ്റിനൊക്കെ ഒരു സ്വിച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ സ്വിച്ച് ഇടുമ്പോഴാണ് രാത്രിയിൽ വെട്ടം കത്തുന്നത്, അല്ലേ, നമുക്ക് ലൈറ്റ് കിട്ടുന്നത്. അതുപോലെ എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ഈ പ്രകാശം ഉണ്ടാകാൻ, അല്ലെ നമ്മൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലായി മാറാൻ ദൈവം നമുക്കൊരു ചെറിയ സ്വിച്ച് തന്നിട്ടുണ്ട്. അതൊരു വചനമാകട്ടോ. ഏശയ്യായുടെ പുസ്തകം 58 അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കും: നിങ്ങൾ വിശക്കുന്നവൻ ആഹാരം കൊടുക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും പരദേശിയെ നിങ്ങളുടെ വീട്ടിൽ പാർപ്പിക്കുകയും ചെയ്യുന്നതല്ലേ അത്? അപ്പോൾ നിൻ്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിടരും. കർത്താവിൻ്റെ നീതി നിൻ്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിൻ്റെ പിൻപിലും നിന്നെ അനുഗമിക്കും. അപ്പോൾ നീ പെട്ടെന്ന് സുഖം പ്രാപിക്കും. ഇങ്ങനെയാണ് വചനം പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഉള്ളിൽ നമ്മൾ തന്നെ ദൈവത്തിൻ്റെ മക്കളായി പ്രകാശിക്കാനുള്ള എളുപ്പ വഴിയാണ് നമുക്കുള്ളതിൽ നിന്ന് മറ്റുള്ളവരെ സഹായിക്കുക. മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനത്തിൽ പറഞ്ഞതുപോലെ തന്നെ നഗ്നനെ ഉടുപ്പിക്കുക, രോഗികളെ ശുശ്രൂഷിക്കുക, വീടില്ലാത്തതിനെ വീട്ടിൽ പാർപ്പിക്കുക, ഇതൊക്കെയാണ് പറഞ്ഞു വെക്കുക. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുക, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലേക്ക് ദൈവമക്കളായിട്ട് നമ്മൾ മാറുക. അപ്പോൾ സൽപ്രവർത്തികൾ, കർത്താവ് പറഞ്ഞൊരു വചനം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക: നിങ്ങളിലെ വെളിച്ചം അന്ധകാരമാകാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. എങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രകാശം അല്ലെ സാദൃശ്യം, ആ പ്രകാശം നമ്മളിൽ അന്ധകാരമായി മാറുന്നത്? അതൊരു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കേട്ടോ. എങ്ങനെയാണ് അന്ധകാരമായി മാറുക? നമ്മൾ സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ, നിങ്ങൾക്കറിയാമല്ലോ, ഒരു ജോലിക്ക് ഒരു കൂലിയാണ് ഉള്ളത്. ആ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം 2 മുതലുള്ള വാക്യം, 2-3 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കും: നിൻ്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതെയുള്ള സൽപ്രവർത്തികൾ. അങ്ങനെ വേണം. എന്നിട്ട് അടുത്ത വചനം പറയും: രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഇന്ന് ഒരുപാട് ആളുകൾ സൽപ്രവൃത്തി ചെയ്യുന്നുണ്ട്, പക്ഷേ എന്താ സംഭവം? അപ്പം തന്നെ അത് ഫേസ്ബുക്കിലും മീഡിയയിലൊക്കെ കൊടുത്ത് 100 പേരെ അറിയിച്ച് കഴിയുമ്പോൾ ഒരു സമാധാനം. കഞ്ഞി ഇല്ലാത്തവന് കഞ്ഞി കൊടുക്കുമ്പോൾ ഒരു സമാധാനം, അല്ലേ? അവനെയും കൊണ്ട് 5 കിലോ അരിയും വെച്ച് ഒരു ഫോട്ടോയും കൊണ്ട് എടുത്തിട്ട് കഴിയുമ്പോൾ സമാധാനം. പള്ളിക്കൂടത്തിൽ പഠിക്കാൻ നിവർത്തിയില്ലാത്ത പിള്ളേർക്ക് യൂണിഫോമും ബാഗും ഒക്കെ കൊടുത്ത് ആ കൊച്ചുങ്ങളെയൊക്കെ നിർത്തി ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ആ പാവം പിള്ളേർ തന്നെയെല്ലാം കുടിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ അവരൊരു ഫോട്ടോയൊക്കെ എടുത്ത് നാട്ടുകാരെ മുഴുവൻ കാണിച്ച് അതുങ്ങൾ ആ പള്ളിക്കൂടത്തിൽ ചെല്ലുമ്പം അവർ തന്നതല്ലേ നിൻ്റെ ബാഗ്, അവർ തന്നതല്ലേ നിൻ്റെ ഉടുപ്പെന്നൊക്കെ പറയുമ്പോൾ ആ കുഞ്ഞു മനസ്സൊക്കെ തകർന്ന് തരിപ്പണമായി പോവുകയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഈശോ എന്തുമാത്രം കാര്യമായിട്ടാണ് പറഞ്ഞത്: നീ ദാനധർമ്മം ചെയ്യുമ്പോൾ നിൻ്റെ മുമ്പിൽ കാഹളം മൂതാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പോൾ എപ്പോഴാണ് നമ്മളിലെ വെളിച്ചം അന്ധകാരമായി പോകുന്നത്? നമ്മൾ ചെയ്യുമ്പോൾ പ്രതിഫലം കിട്ടാതെയായി പോവുക സ്വർഗത്തിൽ. അത് അന്ധകാരമായി പോകുക, അതിന് ഗുണമില്ലാതായി പോകുക. അതുകൊണ്ടല്ലേ പറയുന്നത് മത്തായിയുടെ സുവിശേഷം 6:19 പറയും: നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കി വെക്കണമെന്ന്. ഭൂമിയിലല്ല നിക്ഷേപം വേണ്ടത്, സ്വർഗത്തിലാണ്. നമ്മൾ പ്രകാശത്തിൻ്റെ പ്രവൃത്തി ചെയ്താലാണ്, ജീവൻ്റെ പ്രവൃത്തി ചെയ്താലാണ് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഈ ഭൂമിയിൽ ഇത്രയും കാലം ജീവിച്ചിട്ട് നമുക്ക് സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് നമ്മുടെ സൽപ്രവൃത്തികളിലൂടെ വരുന്ന ആ വെളിച്ചമാണ്. അത് ആത്മാക്കളെ നേടുക. നമ്മളങ്ങ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശുശ്രൂഷ വഴി, ജീവിതം വഴി പ്രകാശം കിട്ടി അന്ധകാരത്തിൽ വീഴാതെ ജീവൻ സ്വീകരിച്ച് സ്വർഗത്തിൽ പോകുന്ന ആത്മാക്കളുണ്ടല്ലോ, അവരായിരിക്കും നമ്മളെ സ്വീകരിക്കാൻ വന്ന് നിൽക്കുക. അതാണ് സ്വർഗത്തിലെ നിക്ഷേപം. നിനക്ക് വീട് മറ്റൊരുവിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് രഹസ്യത്തിൽ ചെയ്ത് അവൻ ആ ഭവനത്തിൽ താമസിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് നല്ലവനായി ദൈവസന്നിധി വരുമ്പോൾ അത് നിനക്കൊരു പ്രതിഫലമാണ് പ്രിയപ്പെട്ടവരെ. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സൽപ്രവൃത്തി ആരും അറിയാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന നാട്ടുകാർ പറഞ്ഞോട്ടേന്നേ, കിട്ടിയോൻ പറയുക, ദേ ആ ചേട്ടൻ കാരണമാട്ടോ എനിക്ക് വീട് കിട്ടിയത്, പുസ്തകം കിട്ടിയ കൊച്ചു പറയുക, ആ ചേച്ചി കാരണമാട്ടോ എനിക്ക് പുസ്തകം കിട്ടിയത്, അവർ പറഞ്ഞോട്ടെ. കല്യാണം കഴിഞ്ഞ പെണ്ണ് പറയുക, എനിക്കൊരു പവൻ സ്വർണം പോലും ഇല്ലായിരുന്നു, ആ വീട്ടുകാർ കാരണമാട്ടോ എനിക്ക് 5 പവൻ സ്വർണം കിട്ടിയത്.
നിന്റെ നാവല്ല, മറ്റുള്ളവരുടെ നാവ് നിന്നെ പ്രശംസിക്കട്ടെ. അപ്പോൾ അത് നല്ല പ്രകാശമായി മാറും. അപ്പോൾ ആളുകളെല്ലാം നിൻ്റെ സ്വർഗസ്ഥനായ പിതാവിനെ നിന്നിലൂടെ സ്തുതിക്കാൻ തുടങ്ങും. നമ്മളല്ല പറയേണ്ടത്, അതാ പറഞ്ഞു വെക്കുക. അപ്പോൾ നമ്മുടെ ജീവിതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലായി തീരണം. നമ്മളിനി ചെല്ലേണ്ടതും ഈ ദൈവത്തിൻ്റെ രാജ്യത്തിലല്ലേ. അപ്പോൾ നമ്മൾ ഒത്തിരി ആളുകളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലമൊക്കെ ഉണ്ടോ, ശരിക്കും ഉള്ളതാണോ എന്നൊക്കെ. ബൈബിളിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വെളിപാടിൻ്റെ പുസ്തകം 21-ാമത്തെ അധ്യായം 22 മുതൽ വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് എന്നാണെന്നറിയാമോ? നഗരത്തിൽ ഞാൻ ദേവാലയം ഒന്നും കണ്ടില്ല, കുഞ്ഞാടാണ് അവിടുത്തെ ദേവാലയം. എന്നിട്ട് പറയാം, സർവശക്തനും ദൈവവുമായ കുഞ്ഞാടാണ് അവിടുത്തെ ദേവാലയം. അവിടെ ഞാൻ പ്രകാശം നൽകാൻ സൂര്യനെയോ ചന്ദ്രനെയോ ഒന്നും കണ്ടില്ല, കുഞ്ഞാടാണ് അവിടുത്തെ പ്രകാശം എന്നൊക്കെ പറഞ്ഞു എന്ന വചനമുണ്ട്. നമ്മൾ ചെല്ലേണ്ടത് ആ രാജ്യത്തേക്കാണ്. ഒന്ന് നോക്കണം കേട്ടോ. മൂക്കി പഞ്ഞിയൊക്കെ വെച്ച് നമ്മുടെ വീട്ടുകാർ പറഞ്ഞു വിടുകയല്ലേ, നല്ല അടിപൊളിയായിട്ട്. നമ്മുടെ ആളുകളുടെയൊക്കെ വിചാരം, ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന കേട്ടോ, എല്ലാവരുടെയും പറയേണ്ട കാര്യമില്ലല്ലോ, ഈ ബ്ലഡ് എങ്ങാനും മരിച്ചിട്ട് മൂക്കിലൂടെ വരാതിരിക്കാനാണ് പഞ്ഞി വെക്കുന്നതെന്നാണ്. എനിക്ക് പിന്നീട് മനസ്സിലായി അതൊന്നുമല്ല സംഭവമെന്ന്. കാരണം മനുഷ്യനെ നമ്മൾ കണ്ട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഓരോരുത്തരുടെ മനോഭാവമൊക്കെ നമുക്ക് കേട്ട് കഴിയുമ്പം അറിയാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ മനുഷ്യർ മരിച്ചു അവരെ പറഞ്ഞു വിടുക എന്നുള്ള ഒരു വലിയൊരു ചടങ്ങായിട്ട് മാറിയിരിക്കുക. എല്ലാവരും കൂടി മൂക്കി പഞ്ഞിയൊക്കെ വെച്ച് കയ്യൊക്കെ കെട്ടി കാലൊക്കെ കെട്ടി പൂക്കളൊക്കെ വെച്ച് അങ്ങനെ വിടുമ്പോൾ എവിടെ എത്തുന്നത്? അത് ചെല്ലേണ്ടത് പ്രകാശത്തിൻ്റെ രാജ്യത്തിലേക്കാണ്. ചില ആളുകളുടെ ഒരു ചിന്താഗതി നാം പാതി ദൈവം പാതി എന്നാണ്. അതുകൊണ്ട് അവർ അങ്ങനെയാണ് ജീവിക്കുന്നത്. പകുതി കള്ളുകുടി, പകുതി നല്ല ജീവിതം, ഞായറാഴ്ച പള്ളി പോവുക, ബാക്കിയുള്ള ദിവസമൊക്കെ തോന്നിവാസം നടക്കുക, അങ്ങനെ ഒരു പാതി ജീവിതം. അപ്പോൾ പകുതി പ്രകാശവും പകുതി ഇരുളുമായി മാറും. അപ്പോൾ പ്രകാശത്തിൻ്റെ രാജ്യത്ത് ഇരുളിന് സ്ഥാനമില്ല. കാരണം എന്താ? പ്രകാശം വരുമ്പം ഇരുൾ മാറിപ്പോകും. അപ്പം നമ്മൾ ഈ പകുതി ഇരുട്ടുമായിട്ടാണ് നമ്മൾ പ്രകാശത്തിൻ്റെ രാജ്യത്തിലേക്ക് മൂക്കി പഞ്ഞിയും വെച്ചതിന് ശേഷം ചെല്ലുമ്പോഴേ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുകയില്ല. അവിടുന്ന് റിജക്റ്റായി പോകും നമ്മൾ തന്നെ. കാരണം നമ്മൾ ഈ പകുതി അന്ധകാരമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കും എന്നാൽ പിന്നെ സാത്താൻ്റെ കൂടെ പോയി അന്ധകാരത്തിൽ ജീവിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവന്മാരവിടെ കയറ്റത്തില്ല. കാരണം എന്നതാ? അവിടെ അന്ധകാരം മാത്രമാണ്, പ്രകാശത്തിന് നരകത്തിൽ സ്ഥാനമേ ഇല്ല. അപ്പം നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ കൊച്ചു പ്രകാശമായിട്ട് പകുതി പ്രകാശമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവരും കയറ്റത്തില്ല. പിന്നെ എന്തു ചെയ്യും? കർത്താവ് ഈശോമിശിഹ എപ്പോഴും കരുണയുള്ളവനല്ലേ. ഈശോ പറഞ്ഞു, സകലതും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. അങ്ങനെ വീണ്ടും പകുതി ഭാഗം ദൈവത്തിന് ചെയ്യാതിരിക്കാൻ പറ്റിയല്ലോ. പകുതി ഭാഗവും കൂടെ പ്രകാശിക്കാൻ വേണ്ടി ഇപ്പോൾ ഈ അമ്മച്ചിമാരൊക്കെ പണ്ട് അടുപ്പ് കൂതുന്ന പോലെ നമ്മളെ കത്തിക്കാൻ, നമ്മളെ പ്രകാശിപ്പിക്കാനുള്ള സ്ഥലമായി ഈ ശുദ്ധീകരണ സ്ഥലം. ഇപ്പം 3 സ്ഥലം ക്ലിയർ ആയില്ലേ? അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ ഭൂമി വെച്ച് തന്നെ സൽപ്രവൃത്തി ചെയ്യാം. ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി വെക്കുന്നത് മുഴുവനും മക്കളുടെ മക്കൾക്കും വേണ്ടിയാണ്. 10 ഏക്കർ അവക്ക്, 5 ഏക്കർ അവന്, അല്ലെങ്കിൽ ആ ബിൽഡിങ് അവന്, ഇത്ര 10 ലക്ഷം അവന്, ഇങ്ങനെ മക്കൾക്ക് ഇങ്ങനെ എല്ലാം ആവശ്യത്തൊക്കെ എഴുതി വെക്കും കേട്ടോ. എന്നിട്ട് അവരാർക്കും കൊടുക്കത്തുമില്ല. വല്ലതും കൊടുത്താൽ തന്നെ ഡൊണേറ്റഡ് ബൈ എന്ന് പറഞ്ഞ് പ്രസിദ്ധമാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് ആ ഉള്ള വെളിച്ചവും പോയി. മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകും? സ്വർഗത്തിൽ നിക്ഷേപമില്ല, പ്രകാശിക്കുന്നുമില്ല. അവന് ഏത് രാജ്യത്ത് പോകും നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണന്മാരുടെ വിചാരം എന്നറിയാവോ? ഞാൻ മരിച്ചാലും എൻ്റെ പിള്ളേർ കുർബാനയൊക്കെ ചെല്ലിച്ച് ഒപ്പീസൊക്കെ ചെല്ലിച്ച് എന്നെ എങ്ങനെയും സ്വർഗത്തിൽ കയറ്റുമെന്നാണ്. അവർ നിൻ്റെ കുർബാനയ്ക്ക് പൈസ കൊടുക്കും. ആദ്യത്തെ വർഷം വേണേൽ എല്ലാവരും ഒന്നിച്ചൊക്കെ നിൽക്കും. 2ാമത്തെ വർഷം അവർ അവരുടേതായ സ്ഥലങ്ങളിൽ നിൽക്കും. 3ാമത്തെ വർഷം അവർ ഓർത്തെങ്കിൽ ഓർത്തില്ലെങ്കിൽ ഓർത്തില്ല. അവരെന്താ ചെയ്യുന്നത്? നീ കൊടുത്ത 10 ലക്ഷവും 50 ലക്ഷവും 1 കോടിയും ഒക്കെ ദൂർത്തടിച്ച് അടിച്ച് പൊളിച്ച് പള്ളിയും പട്ടക്കാരനൊന്നുമില്ലാതെ കുമ്പസാരം കൂതാശയൊന്നും ഇല്ലാതെ അവരങ്ങനെ അങ്ങ് ജീവിച്ചിട്ട് അവരെവിടെ എത്തും? അവരും ഈ അന്ധകാരത്തിൻ്റെ സ്ഥലത്തെത്തും. നീ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവം പറയുക എന്താണ്? സർപ്പങ്ങളെ പോലെ വിവേകം ഉണ്ടായിരിക്കണം. എന്നതാ? എൻ്റെ മക്കളും സ്വർഗത്തിൽ വരണം, ഞാൻ മാത്രം പോയാൽ പോരാ. അതുകൊണ്ട് നിങ്ങളാരും അറിയാതെ ഉള്ളിടത്തോളം സ്വർണം കയ്യിലും കാലയിലും ലോക്കറിലൊന്നും വെക്കണ്ട. അതൊക്കെ ആരും അറിയാതെ ഓരോന്നെടുത്ത് പാവപ്പെട്ടവർക്കൊക്കെ ദാനം ചെയ്യും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അയൽവക്കത്തും നാട്ടിലൊക്കെ ഇല്ലേ ഒരു ഗതിയും പരഗതി ഇല്ലാത്തവർ? വല്ലതും പറയേണ്ട കാര്യമുണ്ടോ? കുടുംബത്തിൽ പണിയാൻ പോകുന്നയാൾ നടുവ് തള്ളി വീണു നട്ടല് കുളുക്കി കിടക്കുക. അവൻ്റെ വീട്ടിൽ കഞ്ഞി കിട്ടണമെങ്കിൽ ഇയാൾ പോകണം ജോലിക്ക്. പറക്കം പറ്റാത്ത പിള്ളേരുമായിട്ട് ഭാര്യ വീട്ടിൽ ഇരിക്കുക. അങ്ങനെ ഒരു വീട്ടുകാർ വന്ന് ചോദിക്കണോ, ചേട്ടാ 1 മാസത്തെ അരിക്ക് പൈസ എന്ന്? വേണ്ട.
നീ ഒരു നല്ല ക്രിസ്ത്യാനിയാണെങ്കിൽ, ഈ ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് പറയുന്നില്ലേ, അവർ ഒരു കൂട്ടായ്മയായിരുന്നു. അവർക്ക് സ്വന്തമുള്ളതൊന്നും അവർ സ്വന്തമായി കണക്കാക്കിയില്ല. അവരെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ഭാഗിച്ചു കൊടുത്തു. അതാണ് പെന്തക്കോസ്ത് അനുഭവത്തിൻ്റെ യഥാർത്ഥ മുഖം. അതാ, ഭാഷാവരും ദർശനം പരവശം മാത്രമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അതുപോലെ നീ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കളായി മാറിക്കഴിയുമ്പം നമ്മുടെ അയൽവക്കത്തും നമ്മുടെ നാട്ടിലുമൊക്കെ ഇല്ലാതെ കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന, പ്രയാസപ്പെടുന്ന ആളുകളെ അങ്ങോട്ട് എന്നൊന്ന് സഹായിച്ച് നോക്കിക്കേ. എന്നിട്ട് ആരോടും മിണ്ടാതെ നടന്നു നോക്കിക്കേ. നീ മരിച്ചാൽ നീ സ്വർഗത്തിലെത്തും. നീ സ്വർഗത്തിലെത്തിയാൽ നിൻ്റെ മക്കൾ എങ്ങനെയൊക്കെ ജീവിച്ചാലും അതിനനുസരിച്ച് കർത്താവായി യേശുവിൽ വിശ്വസിച്ചു നീ രക്ഷ പ്രാപിച്ചെങ്കിൽ നിൻ്റെ മക്കൾക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് നിനക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു നല്ല ജീവിതം, പ്രകാശത്തിൻ്റെ മക്കളായിട്ട് നമുക്ക് ജീവിക്കാം. പ്രകാശത്തിൻ്റെ പ്രവൃത്തികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റണം. നമ്മൾ ദൈവത്തിൻ്റെ സാക്ഷികളായി മാറണം, പ്രകാശത്തിൻ്റെ സാക്ഷികൾ. ആ പ്രകാശത്തെ കീഴടക്കാൻ ഇരുളിന് പറ്റുകയല്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ സജ്ജീകൃതമായൊരു ജനത്തെയാണല്ലോ അങ്ങയുടെ തിരുമുമ്പാകെ അങ്ങ് ചേർത്ത് വയ്ക്കുന്നത്. ഞാനും സൽപ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ ഛായയിലുമുള്ള ദൈവ പൈതലായി സ്വർഗത്തിലെത്തുവാൻ എന്നെ ഇടയാക്കണമേ. ആമേൻ.